ത്രിത്വൈക ദൈവത്തിന് സ്തുതിയും പരിശുദ്ധ കന്യകാമറിയത്തിന് പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസന പ്രത്യക്ഷീകരണം ഏവരാലും അംഗീകരിക്കപ്പെടുന്നതിനിട വരികയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഞാൻ ജോജി, ചാലക്കുടിക്കടുത്ത് അഷ്ടമിച്ചിറ എന്നുള്ള ദേശത്തുനിന്ന് വരുന്നു. അമ്പഴക്കാട് ഇടവകാംഗമാണ്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഭാര്യ ബിന്ദു, ഇളയ മകൻ ചാക്കോച്ചൻ. കൃപാസനത്തിലെ ഉടമ്പടി പ്രകാരം ഞങ്ങൾക്ക് ലഭിച്ച കുറേ അനുഗ്രഹങ്ങളിൽ വളരെ ചിലത് മാത്രം പറയുവാനാണ് ഞങ്ങളിവിടെ നിൽക്കുക. 2022 സെപ്റ്റംബർ 20 ഉടമ്പടി എടുക്കുന്നത്. ഇതുവരെ 9 പ്രാവശ്യം പുതുക്കി ആദ്യമായാണ് സ്റ്റേജിൽ കയറി സാക്ഷ്യം പറയുന്നത്. കാരണം വലിയ കാര്യങ്ങളൊന്നും, പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളൊന്നും ഉടമ്പടിയിൽ ഞാൻ എഴുതിയിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് മക്കൾക്ക് നല്ല കാലം വരണം, ഞങ്ങൾക്ക് നന്നായി ജീവിക്കാൻ പറ്റണം എന്നുള്ളതൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിലൂടെ കിട്ടിയ ഈ വക അനുഗ്രഹങ്ങളൊന്നും ഉടമ്പടി പ്രകാരമായിരുന്നോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിവില്ലാതെ പോയതാണ് സാക്ഷ്യം പറയാൻ വൈകിയത് പോലും. ഉടമ്പടി ജീവിതത്തിൽ തുടർന്നു പോന്നിരുന്ന ജീവിതത്തിൽ ചിട്ടകളും ഒക്കെ പാലിച്ചു പോരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കാലങ്ങളായി അതേ ലെവലിൽ തന്നെ ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. എൻ്റെ നാട്ടിൽ നിന്ന് കുറേ പേരെയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ അവർക്കൊക്കെ അറിയാം, മാന്യമായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിച്ചു പോന്നിരുന്നു. അങ്ങനെ എന്തിനാണ് ഉടമ്പടി എടുത്തത് എന്ന് ചോദിച്ചാൽ പോലും അറിയില്ല. അങ്ങനെയാണ് ഉടമ്പടി ജീവിതത്തിൽ പോയിരുന്നത്. ആദ്യമായിട്ട് എനിക്ക് ഉടമ്പടി വഴിയുണ്ടായ നേട്ടമെന്ന് പറയുന്നത്, രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോഴാണ് ഞാനൊരു നിയോഗം വെച്ചു. പ്രിയപ്പെട്ട മാതാവേ, ഈ ലോക്കറ്റ് എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും കൂടി കൊടുക്കാൻ പറ്റണേ. അതായിരുന്നു എൻ്റെ നിയോഗം. ഈ ലോക്കറ്റ് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാൻ പറ്റണം. ആ നിയോഗം വെച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ വിളിച്ചു പറയുന്നു, ഇനി മേലിൽ അച്ഛനെ കാണണമെങ്കിൽ നിർബന്ധമായിട്ടും 18 വയസ്സ് കഴിഞ്ഞവർ ഉടമ്പടി എടുക്കണം. അതേസമയം എൻ്റെ വൈഫും 2 മക്കളും ചില പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബം മുഴുവനുമായിട്ട് ഉടമ്പടി എടുക്കാൻ സാധിച്ചു. ഇന്നും ഞങ്ങളെല്ലാവരും തന്നെ, മൂത്ത ആളിപ്പോൾ നാട്ടിലില്ല, ഞങ്ങളെല്ലാവരും ഉടമ്പടി പുതുക്കി ആ ഉടമ്പടി ജീവിതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഉടമ്പടിയിൽ ലഭിച്ച ഒരു അനുഗ്രഹമായിരുന്നു, എൻ്റെ മൂത്ത മകൻ ഇപ്പോൾ അയർലൻഡിലാണ്, കോഴ്സ് കഴിഞ്ഞു, ഇന്നലെ ജോലിക്ക് കയറി. പക്ഷേ അത് ഇവിടെ പറയാതിരുന്നത്, ഞാനങ്ങനെ അവൻ അയർലൻഡിൽ പോകണമെന്നൊന്നും ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊരു മെറിറ്റ് എന്നുള്ള നിലയ്ക്കായിരുന്നു ഞാൻ അങ്ങനെ അത് പറയാതെ പോയിരുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു വലിയ അനുഭവം, അല്ലെങ്കിൽ മാതാവ് പറയുന്നു ദുരന്തമുണ്ടാകാൻ പോകുന്നു, അതിനായിരിക്കാം ഒരു പക്ഷേ ഞാനൊക്കെ ഉടമ്പടി എടുത്ത്. ഞാൻ മാന്യമായിട്ട് 10-40 ജീവനക്കാരൊക്കെ ആയി ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടിയിൽ പോകുന്നു, ഭംഗിയായി നടന്നുകൊണ്ട് പോകുന്നു. ഒരു ദിവസം അച്ഛനെ കാണാൻ വന്നു. വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, ഭംഗിയായി നടക്കുന്ന ബിസിനസ്സാണ്. അച്ഛനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ ചോദിച്ചൊരു വാക്കുണ്ടായിരുന്നു, ഈ ബിസിനസ് ഇപ്പോഴും നടക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അച്ഛൻ പ്രാർത്ഥിച്ചു. ഒരു 3 മാസത്തിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു നയ മാറ്റം വരുന്നു. എനിക്ക് ബിസിനസ്സിൻ്റെ എൻ്റെ ഓപ്പറേഷൻസ് മോഡ് മാറ്റേണ്ടി വന്നു. ഫലമായിട്ട് നോക്കിയപ്പോൾ 2 കോടിയോളം രൂപ ഒരു കൊടുക്കാനുണ്ട്. കിട്ടാനുള്ളത് 4 കോടിയൊക്കെ ഉണ്ട്, പക്ഷെ കിട്ടുമെന്ന് അറിയില്ല. പിന്നെ മാനസികമായ തകർന്ന കുറേ ദിവസങ്ങളായിരുന്നു. ദൈവാനുഗ്രഹത്താലും അമ്മ മാതാവിൻ്റെ പ്രത്യേക പരിരക്ഷയാലും അങ്ങനെ തന്നെ പറയണം, ഈ ബുദ്ധിമുട്ട് കാലഘട്ടത്തിലും ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഞാനിവിടെ കൃപാസനത്തിൽ വന്നിരുന്നു. പിന്തിരിഞ്ഞു പോയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് 9 മാസമായി, 10 മാസമായുള്ളൂ, 11 മാസമായി. എൻ്റെ 2 കോടിയോളം രൂപ ഉണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന എൻ്റെ ബാധ്യത കേവലം 15 ലക്ഷം രൂപയിലേക്ക് ചുരുങ്ങി. അവിടെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ തന്നെയായിരുന്നു. അമ്മ മാതാവിന് പ്രത്യേക മഹത്വമുണ്ടായിരിക്കട്ടെ. ഇപ്പോഴും ഞങ്ങളൊക്കെ ഉടമ്പടിയിൽ സുഖമായിട്ട് ജീവിച്ചു പോകുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കുറേയധികം മാറ്റങ്ങൾ വന്നു. ഞാൻ പറഞ്ഞു, മൂത്താൾ അയർലൻഡിലാണ്, സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. ഇത് എൻ്റെ 2ാമത്തെ മകനാണ്. ഞങ്ങൾ ഇന്നിപ്പോൾ വരുന്നത് നേരിട്ട് ബോംബെയിൽ നിന്ന് വരികയായിരുന്നു. ഇന്നലെ ഞങ്ങൾ മിനിഞ്ഞാന്ന് ബോംബെക്ക് പോയി. ഇവന് ഒരു US വിസ ഇൻ്റർവ്യൂ ആയിരുന്നു, അത് ഇവൻ തന്നെ പറയും. എൻ്റെ പേര് ചാക്കോച്ചൻ. ഞാൻ എൻ്റെ US സ്റ്റഡി ലഭിച്ചതിനെ പറ്റി മാതാവിനോട് സാക്ഷ്യം വഹിക്കാൻ വന്നതാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് US പോയിട്ട് പഠിക്കണം, അവിടെ PG ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരെയും പോലെ അബ്രോഡ് പഠിക്കണമെങ്കിൽ IELTS എക്സാം സ്കോർ ചെയ്യണം.
അപ്പോൾ IELTS എക്സാം സ്കോർ ചെയ്യാൻ വേണ്ടി ഞാൻ പഠിക്കണോ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തീരുമാനിച്ചത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാം. ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു. അന്ന് രാത്രി തന്നെ ഞാൻ IELTS എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു. ഏറ്റവും അടുത്തുള്ള ടെസ്റ്റ് ഡേറ്റ് തന്നെ ഞാൻ ബുക്ക് ചെയ്തു. ഞാൻ IELTS എക്സാം എഴുതി, എനിക്ക് സ്കോർ ലഭിച്ചു. ഞാൻ IELTS എക്സാമിന് വേണ്ടി വേറെ കോച്ചിങ്ങിന് പോവുകയോ അതിനുവേണ്ടി എക്സ്ട്രാ എഫേർട്ട് എടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ US സ്കോർ ലഭിക്കണം, എനിക്ക് പോകാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുവഴി എനിക്ക് ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ തന്നെ IELTSൽ US സ്കോർ ലഭിക്കുകയും US വിസയ്ക്ക് വേണ്ടിയുള്ള എലിജിബിലിറ്റി ഞാൻ പാസ്സാവുകയും ചെയ്തു. തുടർന്ന് ഞാൻ USലേക്കുള്ള കോളേജുകളിലേക്ക് അഡ്മിഷന് വെച്ചു. അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ USക്കുള്ള എല്ലാവർക്കും അറിയാം, പേപ്പർ വർക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാലും എനിക്കതെല്ലാം സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാൻ തന്നെ മാധവൻ്റെ മധ്യസ്ഥയാൽ സാധിച്ചു. അതോടൊപ്പം തന്നെ GRE എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം നമ്മൾ എഴുതണം. അതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ് USലേക്ക് പോകുന്നതിന്. ആ എക്സാമും ഇതുപോലെ തന്നെ ഞാൻ വേറെ എക്സ്ട്രാ എഫേർട്ട് എടുക്കാതെയോ കോച്ചിങ്ങിനൊന്നും പോകാതെയോ തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഉടമ്പടി എടുത്തതിൻ്റെതായി. അങ്ങനെ ഇന്നലെ എനിക്ക് മുംബൈ എംബസിയിൽ വെച്ച് US ഇൻ്റർവ്യൂ ആയിരുന്നു. അവിടെ എനിക്ക് US വിസ സാങ്ഷനായി, US സ്റ്റുഡൻറ്റ് വിസ സാങ്ഷനായി. എന്നെക്കാളും കഴിവും യോഗ്യതയും വിദ്യാഭ്യാസമുള്ള കുറേ പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേർക്ക് റിജക്ഷനായി. എങ്കിലും എനിക്ക് വിസ ലഭിച്ച് മാതാവ് എന്നെ അവിടെ ഉയർത്തി. അങ്ങനെ എനിക്ക് US വിസ സാങ്ഷനായി. അടുത്ത ജനുവരി ഇൻടേക്കിൽ MS ഫിസിക്സ് പഠിക്കുവാൻ അവിടെ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ലേറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നിലേക്ക് ഞാൻ പോവുകയാണ്. ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. ഞാൻ പള്ളിയിലൊക്കെ പോകുന്ന ആളായിരുന്നു, കുടുംബ പ്രാർത്ഥനയുള്ള വീടായിരുന്നു. പക്ഷെ എൻ്റെ ഈ നാട്ടിലിപ്പോൾ ഇരിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ട്. എൻ്റെ അപ്പനമ്മയ്ക്കുള്ള കാലത്ത് എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞ 1 മണിക്കൂറായിരുന്നു. ബൈബിൾ വായന എന്ന് പറഞ്ഞ ഒരു അധ്യായമായിരുന്നു. പിന്നെ എൻ്റെയൊക്കെ തീരുമാനങ്ങളായപ്പോൾ കുടുംബ പ്രാർത്ഥന 15 മിനിറ്റ്, ബൈബിൾ ഏറ്റവും ചെറിയ പാരഗ്രാഫ്, അങ്ങനെയൊക്കെ ആയിട്ട് ജീവിച്ചു പോയിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ഉടമ്പടി ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഈ 22 മാസത്തിനകത്ത് ഞങ്ങൾ എല്ലാവരും തനിയെ 4-ലധികം പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു കഴിഞ്ഞു. ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും കുർബാനയുണ്ട്, എല്ലാ ദിവസവും കുർബാന സ്വീകരണമുണ്ട്. 15 ദിവസത്തിൽ ഒരിക്കൽ അതിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നത് ഞങ്ങളുടെ ഇടവകയിലെ അച്ഛന്മാരോടാണ് കേട്ടോ. ഇവിടെയുള്ളവരൊക്കെ അറിയാം, ഞങ്ങളുടെ ഇടവകയിൽ എല്ലാ ദിവസവും നമുക്ക് വേണമെങ്കിൽ കുമ്പസാരിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് 15 ദിവസത്തിനകത്ത് കുമ്പസാരിക്കാൻ സാധിക്കുന്ന നല്ല വൈദികരെ തന്നു. ഞങ്ങളുടെ ഇടവകയിൽ അങ്ങനെ വൈദികരെ വെച്ചതിൻ്റെ പേരിൽ തന്നെ ഈ ഉടമ്പടിയിൽ ഭംഗിയായിട്ട് ജീവിച്ചു പോകാനായിട്ട് സാധിച്ചു. കാരുണ്യ പ്രവൃത്തികളിൽ ഞങ്ങൾ ഒരു 2 മാസം കൂടുമ്പോഴേക്കാണ് ഒരു 20 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി ചാലക്കുടിയിലെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ഞങ്ങൾ 3 പേരും കൂടി ഇറങ്ങും, കൊടുക്കുന്നൊരു പ്രവണതയുണ്ട്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അടുത്തുള്ള 2-3 സ്ഥാപനങ്ങളിൽ അവരോടൊത്ത് പോയി കുറേ സമയം ചെലവഴിക്കുക, സംസാരിക്കുക. എൻ്റെ ഭാര്യ നഴ്സാണ്, അപ്പോൾ വേണ്ട ശുശ്രൂഷകളുണ്ടെങ്കിൽ ചെയ്യുക. ഒപ്പം തന്നെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നത് ചെയ്യുക. പിന്നെ ജൂബിലി മിഷൻ ആശുപത്രി തൃശ്ശൂർ ഉച്ചഭക്ഷണം കൊടുക്കുന്നൊരു പദ്ധതിയുണ്ട്. അതിലേക്ക് തുടർച്ചയായിട്ട് നമ്മൾ സൗകര്യപൂർവ്വം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾ 4 പേരും ഉടമ്പടിയിലാണ്. അപ്പോൾ ഞങ്ങൾ 4 അല്ലെങ്കിൽ 5 കെട്ട് പത്രം എല്ലാ മാസവും വാങ്ങുന്നു. ഈ മാസത്തെ ഉൾപ്പെടെ ഞങ്ങൾ കൊണ്ടുപോയി വിവിധ ഇടങ്ങളിൽ, വിവിധ വീടുകളിൽ. ആദ്യത്തെ പ്രാവശ്യം മാത്രം ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് 3 മാസ്കൊക്കെ വെച്ചിട്ടാണ്, എന്നെ അറിയാതിരിക്കാനായിട്ട് ആൾക്കാർ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ മാസ്ക് ഇത് കൊടുത്തിരുന്നത് എന്നെ അറിയാത്ത ആളുകളുടെ ഇടയിലായിരുന്നു. പിന്നെ ആയിരുന്നു ഒരിടയ്ക്ക് അച്ഛൻ്റെ ധ്യാനത്തിൽ പറയുന്നു, നമ്മൾ അറിയുന്നവരുടെ അടുത്തല്ലേ എന്നൊരു ചോദ്യം വന്നിരുന്നു. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയാണ് ഞാൻ ഈ 5 കെട്ട് പത്രവും കൊടുക്കുക. എല്ലാ മാസത്തിലും ഒരു ട്രാവലർ ഞാൻ സ്പോൺസർ ചെയ്ത് ഇവിടേക്ക് വിടുന്നുണ്ട്. എല്ലാ മാസവും 21 മാസമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു ട്രാവലർ ആളുകളെയും കൊണ്ട് കൃപാസനത്തിലേക്ക് വരുന്നുണ്ട്. കുറേയധികം ആളുകൾ അങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഉടമ്പടിയിൽ തുടർന്നു പോകുന്നവരുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു കൂട്ടായ്മയുണ്ട്, വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. വളരെയധികം ഇനി ചെറുതും വലുതുമായ വളരെയധികം കാര്യങ്ങൾ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് അതിവിടെ പറയാൻ ഉള്ള യോഗ്യതയില്ല. കാരണം ഇന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ 20ാം വർഷം. ഇതൊന്നുമല്ല, ഇതിലും വലിയ ടെസ്റ്റിമണി സാക്ഷ്യങ്ങൾ ഇവിടെ പറയേണ്ടതാണ്. ഞങ്ങൾ ഇന്നലെ ബോംബെക്ക് പോകുമ്പോൾ എടുത്തൊരു തീരുമാനമായിരുന്നു, ഇവിടെ വന്ന് ഇന്ന് സാക്ഷ്യം പറയാമെന്ന്. അതിൻ്റെ പേരിൽ തന്നെയാണ് നേരെ ഇങ്ങോട്ട് വന്നത്. എൻ്റെ സഹോദരപുത്രൻ, അവന് ന്യൂസിലൻഡിലായിരുന്നു. പെട്ടെന്ന് അവൻ്റേതല്ലാതൊരു കാരണം കൊണ്ട് ജോലിയിലൊരു വിഷയം വരികയുണ്ടായി. ലൈറ്റ് ക്യാൻഡിലിൽ അതിലും നല്ലൊരു ജോലിയിലേക്ക് കയറാൻ സാധിച്ചു.
എൻ്റെ സഹോദരിയുടെ പുത്രൻ കാനഡയിലായിരുന്നു. അവൻ്റെ പാസ്പോർട്ട് ട്രാൻസിറ്റിൽ മിസ്സായിപ്പോയി. ആകെ വളരെ സങ്കടത്തോടു കൂടി വിളിക്കുന്നു. നമ്മൾ പറയുന്നു, നീ ലൈറ്റ് ക്യാൻഡിൽ ഇട്ടു പ്രാർത്ഥിക്കുക. 12 മണിക്കൂറിനകത്ത് ആ പാസ്പോർട്ട് അവനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു കനേഡിയൻ സിറ്റിസൺ അവൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കേണ്ടായിരുന്നു. ഇനിയും വളരെ വലിയ അനുഗ്രഹങ്ങളും പറയേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു വണ്ടി വിറ്റ് പോകേണ്ട സംഭവമായിരുന്നു. കൃപാസനത്തിൽ ഒപ്പെടുത്ത് എൻ്റെ വീട്ടിൽ ഈ വണ്ടിയുടെ ചുറ്റും ഒരു 7 ദിവസം ഇട്ടേ ഉള്ളൂ വണ്ടി വിറ്റുപോയി. എൻ്റെ വീട്ടിൽ ആരോ കുറച്ച് സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുന്നു. അതും കൃപാസനത്തിൽ ഉപ്പ് 3 പ്രാവശ്യം അതിൻ്റെ ചുറ്റോടു കൂടി വളരെ പേടിപ്പെടുത്തിയ സംഭവമൊക്കെ ആയിരുന്നു. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് വളരെ നല്ല രീതിയിൽ പോകുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം എത്രയും വേഗം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറയുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17:7 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഇവിടെ ജോജി തോമസും തൻ്റെ കുടുംബവും ഈശോയെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹീത നിമിഷത്തിൽ എങ്ങനെയാണ് തൻ്റെ കുടുംബത്തിലേക്ക് കിട്ടിയ ഓരോ കൃപകൾ ഇവിടെ പങ്കുവെച്ചത് നാം എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് ഉടമ്പടി എടുക്കുവാൻ പ്രത്യേക സാഹചര്യങ്ങളൊന്നുമില്ലായിരുന്നു. ആദ്യം സാധാരണ പോലെ ഒരു നല്ല രീതിയിൽ ജീവിച്ചിരുന്ന അവസ്ഥയിൽ പിന്നീട് ഉടമ്പടി എടുത്തു. എന്നാൽ നിയോഗങ്ങളൊന്നും താൻ അധികമൊന്നും എഴുതിയില്ല. പിന്നീട് എങ്ങനെ ഇന്ന് ഈ അൾത്താരയിൽ വന്ന്, അതും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 20ാമത്തെ വർഷത്തിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും ഒരുമിച്ച് വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നു. 2 കോടിയോളം തൻ്റെ കടം, ആ കടബാധ്യതകൾ ഏകദേശം 10 മാസത്തിനുള്ളിൽ എങ്ങനെയാണ് അത് ചുരുങ്ങി 15 ലക്ഷമായത്. അതായത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണാൻ വന്ന കാര്യമെല്ലാം നാം വളരെ വ്യക്തമായിട്ട് കേട്ടതാണ്. അച്ഛൻ ചോദിക്കുമ്പോഴും തൻ്റെ ബിസിനസ് നന്നായി പോയിക്കൊണ്ടിരുന്ന മകനാണ്. എന്നാൽ അതിനുശേഷം എത്ര പെട്ടെന്നാണ് ആ ബിസിനസ്സൊക്കെ തകരുവാനിടയായത്. പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടിയ നിമിഷങ്ങൾ, അതായത് തെദേവും എന്ന പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുന്നുണ്ട്, പാല് പോലെ പ്രാർത്ഥനയായി ഞാൻ കടയപ്പെട്ടു, എന്നാൽ ദൈവേഷ്ടത്തിൻ്റെ വെണ്ണയാണ് അതിൽ നിന്ന് പുറത്തു വന്നത്. ഇവിടെ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് അമ്മ പ്രത്യക്ഷപ്പെടാനിടയായ സാഹചര്യങ്ങൾ, തൻ്റെ ജീവിതത്തിൽ എങ്ങനെ പരിശുദ്ധ അമ്മയുമായിട്ട് തനിക്ക് അഭേദ്യമായ ബന്ധം തുടങ്ങി, ഇതൊക്കെ അച്ഛൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവേഷ്ടത്തിൻ്റെ വെണ്ണയായിട്ട് നമ്മുടെ അനുഭവങ്ങൾ മാറുന്നതാണ്. അതാണ് നമ്മെ നിത്യജീവിതത്തിലേക്ക് അർഹരാക്കുന്നത്. ഇന്ന് ഈ കുടുംബം ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നാമും അനുഭവിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ പിന്നീട് കുടുംബം മുഴുവനും ഉടമ്പടി എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇന്ന് താൻ എങ്ങനെ തൻ്റെ ചെറുപ്പകാലത്ത് കുടുംബ പ്രാർത്ഥനയുണ്ടായിരുന്നു, എന്നാൽ അതൊക്കെ എങ്ങനെ പിന്നീട് വന്ന വർഷങ്ങൾക്ക് മാറ്റം സംഭവിച്ചു. എന്നാൽ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് വീണ്ടും കർത്താവിനെ കൂടുതൽ ഹൃദ്യമായ രീതിയിൽ സ്നേഹിക്കാനും ഈശോയെ പങ്കുവയ്ക്കുവാനുമൊക്കെ ഈ കുടുംബത്തിന് എങ്ങനെ കഴിയുന്നു, ഇതൊക്കെയാണ് നാം കേട്ടത്. മക്കളുടെ സാക്ഷ്യമൊക്കെ പറഞ്ഞു. കൂടെ നിൽക്കുന്ന മകൻ, ആ മകന് US വിസ അത് ലഭിക്കുന്നതിൻ്റെ തടസ്സങ്ങളൊക്കെ എന്തായിരുന്നു, എത്രയോ പേരവിടെ ഉണ്ടായിരുന്നു, അവർക്കൊന്നും ലഭിക്കാത്തത് എന്തുകൊണ്ട് ഈ മകന് ലഭിച്ചു. ആ മകൻ തന്നെ പറയുന്നുണ്ട്, എന്നേക്കാൾ മെറിറ്റുള്ളവർ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബോംബെയിൽ നിന്ന് നേരിട്ട് ഇവിടെ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുവാൻ ഈ കുടുംബം തങ്ങളെ തന്നെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.